തീർച്ചയായിട്ടും അങ്ങയുടെ സന്ദേഹങ്ങൾ 2-3 ദിവസമായി നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആവർത്തിച്ച് ആവർത്തി പരിമിതികളോടുകൂടി മറുപടി പറയാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് എന്റെ പരിമിതികളോടുകൂടെ ഞാൻ ആ ചോദ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. പക്ഷെ തൊട്ട് മുമ്പ് 1 മിനിറ്റ് കൊണ്ട് ആദരണീയരായ നമ്മുടെ സഹപാനലിസ്റ്റ് രാഹുൽ ഈശ്വർ, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി, രണ്ടുപേരുടെയും ദീർഘപ്രഭാഷണങ്ങൾക്ക് ചുരുങ്ങിയ വാചകങ്ങൾ കൊണ്ട് ഒരു പ്രതികരണം നടത്തേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ചില ആളുകളുടെ പേരുകൾ വായിച്ചപ്പോൾ, അതായത് വിക്ടിമൈസ്ഡോ അല്ലെങ്കിൽ സർവൈവറോ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ നൽകിയ പരാതിയെ തുടർന്ന് ആർജവത്തോടുകൂടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, അങ്ങനെ തന്നെ പറയണം, അതിന്റെ കീഴിലുള്ള പോലീസ് അറസ്റ്റ് ഉൾപ്പെടെയും അതേപോലെ കേസ് ചുമത്തുക ഉൾപ്പെടെയുള്ള നടപടികൾ മുഖം നോക്കാതെ സ്വീകരിച്ചപ്പോൾ പ്രതികളുടെ അല്ലെങ്കിൽ ആദരണീയനായ രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ കടമെടുത്താൽ കുറ്റാരോപിതരുടെ പക്ഷത്തുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലേ, അവർ പാല് കുടിക്കേണ്ടേ, അവരുടെ മക്കൾ സ്കൂളിൽ പഠിക്കേണ്ടേ, അവർ ഫീസ് കൊടുക്കേണ്ടേ എന്നൊക്കെ പറയുകയാണ്. അതായത് ലളിതമായ ഭാഷയിൽ ആങ്കറും പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടത്, പോക്സോ കേസിലെ പ്രതിയാണ് സിനിമാ താരം കൂടിയായിട്ടുള്ള ശ്രീജിത്ത് രവി. പോക്സോ കേസിലെ പ്രതിക്ക് പാല് കുടിക്കാനും അയാളുടെ മക്കൾ സ്കൂളിൽ പോകാനും അവർക്ക് ഫീസ് കൊടുക്കാനുള്ള അവകാശത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ വാദിക്കുകയാണ്. ആ പോക്സോ കേസിൽ ഇരയാകേണ്ട വന്ന കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് രാഹുൽ ഈശ്വറിന് പൊള്ളലില്ല അല്ലെ? നമ്മുടെ നാട്ടിലെ സിനിമാ നടി പരാതി കൊടുത്തു വെർബൽ ഡയറിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയ അന്തസ്സ് കെട്ട ഒരുവനാണ് സൂരജ് പാലാക്കാരൻ. ഇതേപോലെ ഒരു സിനിമാ താരത്തിന്റെ പരാതിയെ കുറിച്ച് പ്രതിയാകേണ്ട വന്നാണ് സൂരജ് പാലാക്കാരന് പാല് കുടിക്കാനും വെള്ളം കൊടുക്കാനും അയാളുടെ മക്കൾക്ക് സ്കൂളിൽ പോകാനും ഫീസ് കൊടുക്കാനുള്ള അവകാശത്തെ കുറിച്ച് രാഹുൽ ഈശ്വറിന് സന്ദേഹമുണ്ട്. പക്ഷെ അവന്റെയൊക്കെ വെർബൽ ഡയറിയയ്ക്ക് വിധേയമാക്കപ്പെട്ട് സമൂഹ മാധ്യമത്തിൽ തകർന്ന് തരിപ്പണമാകേണ്ട വന്ന ഒരു സ്ത്രീയുടെ, ഒരു സിനിമാ നടിയുടെ പരാതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സന്ദേഹമില്ല. നമ്മുടെ നാട്ടിൽ മറ്റൊരു സ്ത്രീ പരാതി കൊടുത്തപ്പോൾ പ്രതിയായ ആളാണ് ശാന്തിവിള ദിനേശ് അല്ലെ? ശാന്തിവിള ദിനേശ് പാല് കുടിക്കാനും വെള്ളം കുടിക്കാനുള്ള അവകാശത്തെ കുറിച്ചൊക്കെ രാഹുൽ ഈശ്വറിന് സന്ദേഹമുണ്ട്. പക്ഷെ അയാളുടെ വെർബൽ ഡയറിയക്കും അയാളുടെ വൃത്തികേടുകൾക്കും അവാസ്തവമായ പ്രചരണങ്ങൾക്കും ഇരയാകേണ്ട വന്ന ഒരു സ്ത്രീയുടെ പരാതികൾക്ക്, അവരുടെ സന്ദേഹങ്ങൾക്ക് രാഹുൽ ഈശ്വറിന്റെ മുമ്പിൽ വിലയില്ല അല്ലെ? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ മുമ്പിൽ, അതായത് തലയിൽ ആൾതാമസമുള്ള മനുഷ്യരുടെ മുമ്പിൽ വില പോകുന്ന വാദങ്ങളല്ല എന്ന് മിനിമം ബുദ്ധി അങ്ങ് മനസ്സിലാക്കണം. പിന്നെ കോൺഗ്രസ് പ്രതിനിധി, അങ്ങയുടെ വാചകവും അങ്ങയുടെ വാചക കസർത്തും ഒക്കെ ഗംഭീരമായി. അതായത് കോഴിയുടെ സംരക്ഷണത്തെ കുറിച്ച് കുറുക്കൻ ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടം നിർബന്ധമായും എറണാകുളത്താണെന്ന് അങ്ങയുടെ സ്ഥലം. എറണാകുളത്തെ കോൺഗ്രസുകാർക്ക് യാഥാർത്ഥ്യമായി സ്വപ്നം കാണാൻ കഴിയുന്നതാണ്. കാരണം എന്താണ്? അങ്ങ് ആങ്കർ ഓർമ്മിക്കുന്നില്ലേ? ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെടാൻ കാരണം എന്താണ്? WCC രൂപീകരിക്കപ്പെടാൻ കാരണം എന്താണ്? ഐ ആം നോട്ട് എ വിക്ടിം, ഐ ഡു ഹാവ് എ നെയിം എന്ന് ബർക്കാദത്തിനോട് ഇന്റർവ്യൂ നടത്തി വിളിച്ചു പറഞ്ഞ മലയാളത്തിന്റെ അഭിമാനമായ ചലച്ചിത്ര താരം നമുക്കുണ്ട് അല്ലെ? IFFKയുടെ വേദിയിലേക്ക് കഴിഞ്ഞ തവണ അവർ അഭിമാനത്തോടെ കയറി വന്നു. രാഷ്ട്രീയ സാമുദായിക വ്യത്യാസങ്ങൾക്ക് അതീതമായി കയ്യടികളോടുകൂടെ കൂപ്പുകൈകളോടുകൂടെ നമ്മളെല്ലാവരും അവരെ സ്വീകരിച്ചു അല്ലെ? ആ കേസിൽ അവരെ വിക്ടിമൈസ് ചെയ്ത, അവരെ സർവൈവറാക്കിയ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ സ്വീകരണം കൊടുത്ത ആരാ? ഇദ്ദേഹം ഉൾക്കൊള്ളുന്ന എറണാകുളത്തെ കോൺഗ്രസ് അല്ലേ? അയാളുടെ കൂടെ സെൽഫി എടുത്തതാരാ? ഇദ്ദേഹത്തിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ ഇപ്പോഴത്തെ MP ഉൾക്കൊള്ളുന്ന സംഘമല്ലേ? അതായത് വിക്ടിമൈസ് ചെയ്യപ്പെട്ട മലയാള സിനിമാ ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ചതിച്ച് നരാധമനായി ചിത്രീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരണം കൊടുത്ത്, പൂച്ചണ്ട് കൊടുത്ത്, അയാൾക്ക് സ്വീകരണം കൊടുത്ത്, നാരങ്ങാവെള്ളം കൊടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് പറയുകയാണ്, ഞങ്ങൾ ഇരകൾക്ക് വേണ്ടി നിൽക്കും, ഞങ്ങൾ എല്ലാവരും ഇരകൾക്കൊപ്പമാണ് എന്ന് അല്ലെ? അതെ, ഓർമ്മകൾക്ക് ഗ്രഹണം ബാധിച്ചിട്ടില്ല സാധാരണക്കാർക്ക്. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നാണ് ജേക്സി തോമസ് പറയുന്നത്. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്.